ഡേ 8 ദ ഫൈനൽ ഡേ ഓഫ് IFFK. ഇന്നലെ അപ്പയുടെ വീഡിയോ ആയിരുന്നു. പക്ഷേ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ആരവവും ആവേശമൊക്കെ കഴിഞ്ഞ് വയ്യാണ്ടായിപ്പോയതാണ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി വൈകിപ്പോയി. സോ ദ ഫൈനൽ ഡേ എന്നെ കൊണ്ടുപോയിട്ടത് എൻ്റെ കൂട്ടുകാരൻ ബ്രഹ്മിയാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ഫൈനൽ മൂവീസ് ആയപ്പോൾ ഭയങ്കര ഒരു വിഷമം. അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഫൈനൽ ഡേയും സ്റ്റാർട്ടിംഗ് ഡേയും റിസർവേഷൻ ഇല്ല. സോ നമ്മളെല്ലാവരും തന്നെ അൺറിസർവ്ഡിലാണ് നിന്നത്. വെയിറ്റ് അൺടിൽ സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ഇറാനിയൻ മൂവിക്കാണ് നിങ്ങൾ ഈ കാണുന്ന തിരക്ക്. സത്യം പറഞ്ഞാൽ ആ മൂവി കണ്ടതിന് ശേഷം ഐ വാസ് റിയലി മൂവ്ഡ്. പ്രത്യേകിച്ച് സഹർ എന്ന് പറയുന്ന ആ മെയിൻ ആക്ട്രസിൻ്റെ ആക്ടിങ്ങും. സർപ്രൈസിംഗ്ലി ആ നടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നടി വേറൊരു ലുക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അടുത്തുള്ള ചേട്ടൻ നമ്മളിപ്പോൾ കണ്ട സിനിമയിലുള്ള ആ ആക്ട്രസ് അല്ലേ അത് എന്ന് ചോദിച്ച് എല്ലാവരും കാണുകയും ഒരുപാട് അഭിനന്ദിക്കുകയും ചെയ്തു. സോ ഇറ്റ് വാസ് ഓൾസോ എ മസ്റ്റ് വാച്ച് മൂവി ഫ്രം ദിസ് സീസൺസ് IFFK. ഷീ വാസ് റിയലി ഗോർജിയസ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാനൊരു കപ്പ ഇടയ്ക്ക് മേടിച്ച് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, ഉച്ച സമയമായില്ലേ. അങ്ങനെ 50 രൂപയ്ക്ക് കപ്പയും പച്ചച്ചമ്മന്തിയും കഴിച്ചിട്ട് അടുത്ത സിനിമയ്ക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. അടുത്തതെന്ന് വെച്ചാൽ ഈ സീസണിലെ ഏറ്റവും ലാസ്റ്റ് മൂവി, അയ്യോ അത് പിന്നെയും എനിക്ക് വിഷമമായി ആലോചിച്ചപ്പോൾ. മിസ് റെക്കോർഡിയൻസ് എന്ന് പറയുന്ന ഇതുവരെ കണ്ടതിൽ ഈ സീസണിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണർ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് ഈ മിസ് റെക്കോർഡിയൻസ്. അതിനും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സീസണിൻ്റെ ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് ഫുള്ളി ഫിൽഡ് ആയിരുന്നു കേട്ടോ. ഒരു സീറ്റ് പോലും വിട്ടു വെച്ചില്ല. ഒരുപാട് പേര് തറയിലിരുന്നും ഈ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ ബൈ ബൈ ടു IFFK സീസൺ 29. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സെൽഫിനെ ഒരുപാട് ഹാപ്പി ആക്കി വെച്ചിരുന്ന ഒരു 7 ദിവസമായിരുന്നു കഴിഞ്ഞു പോയത്. എല്ലാ മൂവീസും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാം. ഇഷ്ടപ്പെടാത്തത് ഉണ്ടായിരുന്നു. ആൻഡ് ഐ വിൽ റിയലി മിസ് ദീസ് ഡേയ്സ്. ഇനി ഡിസംബർ 12 വരെ കാത്തിരിക്കണം 2025. എനിഹൗ, നിങ്ങൾക്കും എൻ്റെ ഈ വീഡിയോ സീരീസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കമൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ചിത്രം മിസേറി കൂടിയ, സംവിധാനം അലൈൻ ഗിഹൂദി. ചിത്രത്തിന്റെ ദൈർഘ്യം 102 മിനിറ്റ്. ഫൈനൽ മൂവിയും കഴിഞ്ഞിട്ട് ടാഗോർ തിയേറ്ററിൽ കുറച്ച് നേരം ഇരുന്ന് വീട്ടിൽ പോയിന്ന് ഫ്രഷായി നേരെ എത്തിയത് IFFKയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെറിമണി, അതായത് ചെയ്ത വർക്ക്സിനൊക്കെ അംഗീകാരം കിട്ടുന്ന ഒരുപാട് സിനിമകൾ. ക്ലോസിംഗ് സെറിമണിയിൽ ഇപ്രാവശ്യം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയത് ഫെമിനിച്ചി ഫാത്തിമ. ഒരു മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഫുൾ SKJ ടീമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ IFFKക്ക് ശരിക്കും ഒരു കലാശക്കൊട്ടായിരുന്നു. ഐ വാസ് ഫീലിംഗ് സോ ഹാപ്പി, റിലീവ്ഡ്. ആൻഡ് ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണമല്ലോ എന്നുള്ള ഒറ്റ വിഷമമേ ഉള്ളൂ. ഈ ഒരു IFFK സീരീസ് നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ചോക്ലേറ്റ് ഷാർജയൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് ചലിക്കുകയാണ്. ഇതുവരെയും ഇമോട്ടീവ്ലി യുവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. സോ ഹോപ്പ് യു ലവ്ഡ് IFFK ത്രൂ മൈ ലെൻസ്. അപ്പോൾ അടുത്ത വർഷം കാണാം.